Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ്. ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ, അതുപോലെ തന്നെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള വീഡിയോസ്, അതിൽ essay ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പാർട്ട് എയിൽ പ്രതീക്ഷിക്കുന്ന 2 വെയിറ്റേജ് ചോദ്യം, ഇത്ര വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുമാത്രമല്ല, നമ്മൾ ഇന്നലെ ലൈവ് സെഷൻ എക്സാം റിലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോയും അവൈലബിൾ ആയിരിക്കും. അത് ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ പല ടേംസിൻ്റെയും എക്സ്പ്ലനേഷൻസ് പ്രോപ്പറായിട്ട് അതിലൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള റിപ്പീറ്റ് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം M.Com-ന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. ക്ലാസ് കേട്ട് ഡൗട്ടുള്ളത് എപ്പോൾ വേണമെങ്കിലും ചോദിക്കുകയും ചെയ്യാം കേട്ടോ. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ക്ലാസ്സസ് ആക്സസ് ചെയ്യുക. സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം, പാർട്ട് ബിയിൽ സാധാരണ 7 ക്വസ്റ്റ്യൻസിൽ 2 തിയറി ദെൻ 5 പ്രോബ്ലം, ഇങ്ങനെയാണ് വരാറ്. ചില സമയത്ത് മാത്രമാണ് കൂടുതൽ പ്രോബ്ലംസ് 6 എണ്ണമൊക്കെ വരാറ്. അപ്പോൾ തിയറി 1-2 വരാറുണ്ട്. സോ ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഈസിയസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കോറിലേഷൻ. സോ കോറിലേഷൻ്റെ പ്രോബ്ലം, കോറിലേഷൻ്റെ തിയറിയും നോക്കിയിരിക്കണം, അതുപോലെ തന്നെ പ്രോബ്ലം നോക്കിയിരിക്കണം കേട്ടോ. നമുക്ക് മിക്ക പേപ്പറിലും കോറിലേഷൻ്റെ പ്രോബ്ലം വരാറുള്ളതാണ്. നിർബന്ധമായും പഠിച്ചിരിക്കണം. അത് റാങ്ക് കോറിലേഷനും ഉണ്ട്, കാൾ പിയേഴ്സിൻ്റെ കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനും ഉണ്ട്. രണ്ടും നോക്കിയിരിക്കണം കേട്ടോ. റാങ്കും നോക്കണം, അതുപോലെ തന്നെ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞു കാൾ പിയേഴ്സിൻ്റെ നോക്കിയിരിക്കണം. കാൾ പിയേഴ്സൺസ് കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ രണ്ടും. പ്രോബ്ലവും വേണം, തിയറിയും വേണം കേട്ടോ. തിയറിയും നോക്കിയിരിക്കണം. യൂസസോ അതുപോലെ തന്നെ ഈ പറയുന്ന ടൈപ്സോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ആദ്യത്തെ സജഷൻ. എല്ലാ പേപ്പറിലും കോറിലേഷൻ്റെ ഒരു പ്രോബ്ലം കമ്പൽസറി ആയിട്ടും വരാറുള്ളതാണ്. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് റിഗ്രഷനാണ്. റിഗ്രഷനിൽ നിന്നും ഈ പറയുന്ന പോലെ പ്രോബ്ലംസ് വരാറുള്ളതാണ്. സോ അതിൽ 2 ടൈപ്പ് പ്രോബ്ലംസ് നമുക്കുണ്ട് റിഗ്രഷനിൽ. y on x, x on y അങ്ങനത്തെ ടൈപ്പും, ദെൻ നമുക്ക് കോറിലേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുള്ള ടൈപ്പും. അപ്പോൾ റിഗ്രഷൻ്റെ പ്രോബ്ലം എസ്ഐക്കും നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ പ്രാവശ്യം എസ്ഐക്ക് വന്നിട്ടുണ്ടായിരുന്നത് അതാണ്. അപ്പോൾ കോറിലേഷൻ, റിഗ്രഷൻ ഈ 2 എണ്ണത്തിൻ്റെയും പ്രോബ്ലംസ്, അതിൽ ബേസിക് കാൾ പിയേഴ്സിൻ്റെ കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ, അതുപോലെ തന്നെ റാങ്ക് കോറിലേഷൻ, ദെൻ റിഗ്രഷൻ്റെ പ്രോബ്ലം 2 ടൈപ്പിലുള്ളത് നോക്കുക. ഡീവിയേഷൻ മെത്തേഡ് കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചോളൂ, അതാണ് കൂടുതൽ കണ്ടുവരാറ്. കഴിഞ്ഞ പ്രാവശ്യം ഡീവിയേഷൻ മെത്തേഡിലത്തെ പ്രോബ്ലം ഈ പറയുന്ന കോറിലേഷൻ്റെ പാർട്ട് ബിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ആദ്യത്തെ സജഷൻ. ഇനി നെക്സ്റ്റ്, എല്ലാ പ്രാവശ്യവും കൈ സ്ക്വയർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം പാർട്ട് ബിയിൽ വരാറുള്ളതാണ്. നിർബന്ധമായും നോക്കിയിരിക്കണം കൈ സ്ക്വയറിൻ്റെ. അത് കണ്ടിൻജൻസി ടേബിളാണ് കൂടുതൽ വരാറ്. അങ്ങനത്തെ ടൈപ്പാണ്. കണ്ടിൻജൻസി ടേബിൾ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ് വരാറ്. സാധാരണ നമുക്ക് ഒബ്സർവ്ഡ് വാല്യൂം എക്സ്പെക്റ്റഡും അത് തന്നിട്ട് ഡിറക്റ്റ് ആപ്ലിക്കേഷനേക്കാൾ കൂടുതൽ വരുന്നത് ഈ രീതിയിലാണ്, കണ്ടിൻജൻസി ടേബിൾ. അപ്പോൾ കൈ സ്ക്വയറും നിർബന്ധമായി നോക്കിയിരിക്കണം. ഞാൻ ഇന്നലെ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ്. ഇനി നെക്സ്റ്റ് 3 ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. 3 ഡിസ്ട്രിബ്യൂഷനിൽ ഏതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം പാർട്ട് ബിയിൽ വരാറുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം നോർമൽ ഡിസ്ട്രിബ്യൂഷനിലത്തെ ഒരു പ്രോബ്ലം ആണ് വന്നത്. ദെൻ അതിനേക്കാൾ മുമ്പുള്ള 3 വർഷം പോയിസോൺ ഡിസ്ട്രിബ്യൂഷനാണ് വന്നത്. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അതുപോലെ തന്നെ നമുക്ക് പോയിസോൺ ഉണ്ട്, ദെൻ ബൈനോമിയൽ ഉണ്ട്. ഈ 3 ഡിസ്ട്രിബ്യൂഷനിലെയും ഏതെങ്കിലും ഒരെണ്ണം, അതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് പോയിസോണോ നോർമലോ ആണ്. കഴിഞ്ഞ പ്രാവശ്യം നോർമൽ ഡിസ്ട്രിബ്യൂഷനിലത്തെ പ്രോബ്ലം LR-40യുടെ ബുക്കിലത്തെ സെയിം പ്രോബ്ലം വന്നു. അതിനേക്കാൾ മുമ്പൊക്കെ പോയിസോണോ ആണ് വരാറ്. പാർട്ട് ബിയിൽ ഫിറ്റിംഗ് അല്ല, സാധാരണ ടൈപ്പ് പ്രോബ്ലം. ഓക്കെ, ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിർബന്ധമായും ആ രീതിയിൽ അപ്രോച്ച് ചെയ്ത് പഠിക്കുക കേട്ടോ.
ഇനി ദെൻ ഇതിന്റെ തിയറി സാധാരണ പ്രോപ്പർട്ടീസ് എസ് ആയിട്ടാണ് കണ്ടുവരാറ് കേട്ടോ. മൂവിങ് ടു നെക്സ്റ്റ് ടോപ്പിക്. അടുത്തതായിട്ട് നമുക്ക് ലാസ്റ്റ് മൊഡ്യൂള് SPSS MS Excel അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറിയാണ്. അപ്പോൾ അതിൽ MS Excelന്റെ അതുപോലെ തന്നെ SPSS ഈ രണ്ടെണ്ണത്തിൻ്റെയും യൂസസ്, അതുപോലെ തന്നെ ഇതിൻ്റെ കമ്പാരിസൺ, SPSSന്റെ സ്റ്റെപ്സ്, ഇതൊക്കെയാണ് നമുക്ക് നോക്കാനുള്ള. സോ നിർബന്ധമായും ആ ഒരു ടോപ്പിക്ക് പഠിച്ചിരിക്കണം കേട്ടോ. തിയറി ആയിട്ട് എല്ലാ പേപ്പറുകളിലും വരുന്നതാണ്. ഇനി നെക്സ്റ്റ്, എല്ലാ പേപ്പറിലും സെഡ് ടെസ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം വരുന്നുണ്ട്, അതും നോക്കിയിരിക്കണം. സെഡ് ടെസ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം, അത് നിങ്ങളുടെ ടൈമിൻ്റെ ബേസിൽ നോക്കിയാൽ മതി. കാരണം സെഡ് ടെസ്റ്റിൽ, സെഡ് ഓർ ടി ടെസ്റ്റിൽ ഒരുപാട് ടൈപ്പുകളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ടൈപ്പാണ് എക്സാമിന് വരാം. അത് ഏതായിരിക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല, മാറി മാറി വരുന്നതാണ്. അപ്പോൾ കുറേ നോക്കിയാൽ മാത്രമാണ് അതിൽ ഒരെണ്ണം കിട്ടുക. എന്നാലും ഒരെണ്ണം അവർ ഇടാറുണ്ട് സെഡ് ടെസ്റ്റിൽ കേട്ടോ. സെഡ് ഓർ ടി ടെസ്റ്റ്, അതാണ് നെക്സ്റ്റ്. ഇനി നെക്സ്റ്റ്, നോൺ പാരാമെട്രിക് ടെസ്റ്റിലെ ഏതെങ്കിലും ഒരു ടെസ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ഇടാറുണ്ട്. അത് സൈൻ ടെസ്റ്റ് ആണ് കൂടുതൽ കണ്ടുവരാറ്. കൂടുതൽ സൈൻ ടെസ്റ്റ് ഉണ്ട്, റാങ്ക് ഉണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം റാങ്ക് സമ്മ്, എച്ച് ടെസ്റ്റ്, ഇതൊക്കെ ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത് സൈൻ ടെസ്റ്റ് ആണ്. ഒരെണ്ണം അവർ എപ്പോഴും ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ തിയറി ആയിട്ട് ഏതെങ്കിലും ഇടാൻ സാധ്യത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ്റെ തിയറി ഇടാം. അതല്ലെങ്കിൽ ഒരു അഡീഷണൽ സജഷൻ തരാനുള്ളത് എനിക്ക് QTയുടെ ബേസിക് ഫങ്ഷൻസ്, അതൊക്കെയാണ് ഇനി ചോദിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് സാധാരണ ചോദ്യങ്ങൾ വരാറില്ല, ബട്ട് അവർക്ക് ഇടാൻ ഒരെണ്ണം ഇടണമെങ്കിൽ പിന്നെ സാധ്യതയുള്ളത്, സ്കോപ്പ് ഉള്ളത് ഇത് മാത്രമാണ് കേട്ടോ. അപ്പോൾ മാക്സിമം പാർട്ട് ബിയിൽ നമ്മൾ ഈ ചോദ്യങ്ങളൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. റിപ്പീറ്റ് കോറിലേഷൻ്റെ പ്രോബ്ലം, അതുപോലെ തന്നെ തിയറി, ദെൻ റിഗ്രഷൻ്റെ പ്രോബ്ലം, ദെൻ കൈ സ്ക്വയർ കണ്ടിൻജൻസി ടേബിൾ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലം ആണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ദെൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, പോയിസോൺ ബൈനോമിയൽ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ പ്രോബ്ലം, തിയറി പ്രോപ്പർട്ടീസ് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് SAക്കാണ്. MS Excel SPSS അതിൻ്റെ കമ്പാരിസൺ, അതിൻ്റെ യൂസസ്, സ്റ്റെപ്സ്, ഇതിലേതെങ്കിലും ഒരെണ്ണം തിയറി, ദെൻ സെഡ് ടെസ്റ്റ് ഓർ ടി ടെസ്റ്റ് അതിനെ റിലേറ്റ് ചെയ്തുള്ള ഒരു പ്രോബ്ലം പാർട്ട് ബിയിൽ വരുന്നുണ്ട്. ദെൻ സൈൻ നോൺ പാരാമെട്രിക്കിൽ ഏതെങ്കിലും ഒരെണ്ണം, സൈൻ ടെസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ളത്. ദെൻ ഒരു തിയറി, പിന്നെ വേണമെങ്കിൽ QTയുടെ ഫംഗ്ഷൻ. ഇത്രയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള ചോദ്യങ്ങൾ. 7 ചോദ്യത്തിൽ 5 പ്രോബ്ലം 2 തിയറിയാണ് സാധാരണ കണ്ടുവരാറ് കേട്ടോ. ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു പാർട്ട് ബിയിലുള്ള ചോദ്യങ്ങൾ. അപ്പോൾ നമ്മൾ 3 പാർട്ടിലും റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.